അമേരിക്ക ഇറാൻ യുദ്ധഭീതിയിൽ താൽക്കാലിക ആശ്വാസം എന്നുള്ള ഒരു വാർത്ത ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണും. ഇറാനെതിരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂറ്റൻ വ്യോമാക്രമണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് US പ്രസിഡന്റ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ആസൂത്രണം ചെയ്തതെന്നും സമാധാന കരാറിനായി ഇറാനും അയൽ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനാലാണ് പിന്മാറിയതെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സുരക്ഷയും ഇറാന്റെ ആണവായുധ നിരോധനവുമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ആക്രമണം ഒഴിവാക്കാൻ തങ്ങൾ അഭ്യർത്ഥിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ തള്ളി പറയുകയും അത് കേവലം അസത്യമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ ഈ നിർണായക മാറ്റങ്ങൾ ആഗോള വിപണിയെയും സാമ്പത്തിക രംഗത്തെയും സ്വാധീനിച്ചതാണ് ഇനി പറയാനുള്ളത്. അമേരിക്കൻ ആക്രമണം ഒഴിവായതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില 4% ഇടിഞ്ഞ് ബാരലിന് $83.88 ഇതിന് വിപരീതമായി സ്വർണ്ണവില ഔൺസിന് $4068 ഉയരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. സങ്കീർണമായ ഈ ഒരു അന്തരീക്ഷത്തിലും 2 സൗദി എണ്ണ കപ്പലുകൾ ബാബൽ മന്ദേബ് കടലെടുക്ക് വിജയകരമായി കടന്നുപോയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. പല തലങ്ങളിലും ആശങ്ക വിതയ്ക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഇന്നത്തെ ചർച്ചകളിലൂടെ ഒരു ശാശ്വത സമാധാനം വരുമോ എന്നുള്ള കാര്യമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അത്രമാത്രം ബാധിച്ചിരിക്കുന്നു പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആഴ്ചയും മോശം കാലാവസ്ഥ തുടരും എന്നാണ് റിപ്പോർട്ടുകൾ. തികച്ചും ലോക്കലിൽ ആദ്യം UAE-യിലേതടക്കം കാലാവസ്ഥാ സാഹചര്യങ്ങളെ കുറിച്ച് പറയാം. UAE-യുടെ പല മേഖലകളിലും ഇന്നു മുതൽ തുടർച്ചയായി 4 ദിവസം വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഫുജേറ മേഖലയിൽ മസാഫി, ഷറഫിയ, ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ഇന്നലെയും കാര്യമായിട്ടുള്ള മഴ പെയ്തത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും മഴ പെയ്യാനും സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലൊക്കെ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം പറഞ്ഞിരിക്കുന്നത്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ പ്രകാരം UAE നിവാസികൾക്ക് ഓഗസ്റ്റ് 6 വരെ ഈ രീതിയിലുള്ള കൂടുതൽ മഴ പ്രതീക്ഷിക്കാം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലുള്ള എൽനിനോ പ്രതിഭാസമായിരിക്കാം ഈ വേനൽക്കാലത്തെ അസാധാരണ മഴയ്ക്ക് കാരണം എന്നാണ് പല കാലാവസ്ഥാ വിദഗ്ധരും കണക്ക് കൂട്ടുന്നത്. ഇതിനിടെ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 2:30 അബുദാബിയിലെ അൽ ഷവാമിഖിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസോളം ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഗൾഫിൽ അതേസമയം സൗദി അറേബ്യയിലെ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി, അസീർ, ജസാൻ, അൽബഹ, മക്കയിലെ ഉയർന്ന പ്രദേശങ്ങൾ, നജറാൻ എന്നിവിടങ്ങളിൽ വാരാന്ത്യം വരെ ഇടിമിന്നലോട് കൂടിയ മഴ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റും അൻവ ആപ്പിലെ അതും ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകൾ എന്നിവ വഴി ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇനി ഒമാനിലെ കാര്യം എടുക്കുമ്പോൾ ഹജർ പർവ്വത നിരകളിൽ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴമേഘങ്ങൾ ഈ വടക്കൻ അൽ ഷർഖിയയിലെ അവിടെ, അതുപോലെ തന്നെ തെക്കൻ അൽ ഷർഖിയ, അൽ ദാഹിയ തുടങ്ങിയ ചില ഗവർണറേറ്റുകളിലെ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. ഹജർ മലനിരകൾക്ക് മുകളിലായി മഴമേഘങ്ങൾ വരും ദിവസങ്ങളിലും രൂപപ്പെടുമെന്നും ഇത് ചിതറിയ മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായിട്ടുള്ള കാറ്റിനും കാരണമായേക്കുമെന്നുമാണ് റിപ്പോർട്ട്. വരും സമയങ്ങളിൽ ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം.